ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ SMC ആണോ ICT ആയിക്കോട്ടെ, എല്ലാം നമ്മൾ 0 to 100 ആയിട്ട് നമ്മൾ എല്ലാം കംപ്ലീറ്റ്ലി ചെയ്യാൻ പോവാണ്. സോ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന രീതി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ ബേസിക് തൊട്ട് ടോപ്പ് വരെ നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നതാണ്. അപ്പം അതാണ് നമ്മൾ ഈ ഒരു ഇത് ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ ഇതായിരിക്കും ഫുള്ള് കംപ്ലീറ്റ്ലി. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ കാണുമ്പം വേറെ ഒന്നും കാണാണ്ടിരിക്കുക, അല്ലെങ്കിൽ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് ഇത് കാണുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോഴ്സ് ചെയ്യുകയോ എന്തെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കണ്ട് തീർത്തിട്ട് ഇത് വന്ന് കാണുക, അല്ലെങ്കിൽ ഇത് ഫുള്ള് കണ്ട് കഴിഞ്ഞിട്ട് അത് കാണാൻ പോവുക. ഓക്കെ, അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സ്ഡ് ആവും, കൺഫ്യൂഷൻ ആവും. എല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ പലരും പല രീതിയിൽ പറയുമ്പം ചിലർക്കും പലരുടെ അടുക്കൽ നിന്ന് കിട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ ക്യാച്ച് ആവുന്നത്. സോ അതങ്ങനെ കാണുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ആദ്യം ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പിന്നീട് ആ സ്ട്രക്ചറിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നമ്മളുടെ ഈ സ്ട്രക്ചറിൻ്റെ സീരീസ് തീരുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് സ്ട്രക്ചർ മാറ്റി വെച്ചിട്ട് അടുത്തതിനകത്തോട്ട് നമ്മൾ പോകുള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അപ്പം നമ്മൾ സ്ട്രക്ചറിനെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രാക്റ്റൽ നേച്ചറിനെ കുറിച്ചാണ് പറയാനുള്ളത്. എന്താണ് ഫ്രാക്റ്റൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലായിടും ഉള്ള പോലെ ഇപ്പോൾ ഈ ഒരു മരം കാണുക. ഇപ്പോൾ ഈ മരത്തിൽ ഈ ഒരു ശിഖരം, ഈ ഒരു ചെറിയൊരു ഭാഗം ആ ഒരു ചെടിയുടെ, അതുപോലെ ഒരു ശിഖരത്തിലെ ഒരു ചെറിയൊരു ചുള്ളിക്കമ്പ് എല്ലാം ആ ഒരു വലിയ മരം പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ മരത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പോലെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ചുറ്റുമുള്ളതെല്ലാം ഒരു ഫ്രാക്റ്റലിയാണ് നടക്കുന്നത്. അപ്പം ഈ ട്രേഡിങ്ങിനകത്ത് ഫ്രാക്റ്റൽ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ, ഞാനിത് ഏതോ ഒരു വീഡിയോയിൽ, നമ്മൾ തുടക്കം വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് നല്ലപോലെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് നമ്മളിപ്പോൾ ഒരു ബുള്ളി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹയർ ഹൈ ഫോം ചെയ്ത് പോകണം. ഹയർ ഹൈ എന്ന് ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ഒരു ലോയ്ക്ക് മുകളിലായിരിക്കണം പിന്നീട് ഫോം ചെയ്യുന്ന എല്ലാ ലോകളും. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് ഒരു ഫ്രാക്റ്റലി നമ്മളുടെ ഒരു പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഫ്രാക്റ്റൽ നേച്ചർ പറയുവാണെങ്കിൽ ഇത് നമ്മളുടെ ഒരു ഡെയിലി ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മുടെ ഫ്രാക്റ്റൽ നേച്ചർ എന്ന് പറയുമ്പം നമ്മളുടെ ഈ ഡെയിലിക്കകത്ത് ഉണ്ടാകുന്ന മിനിറ്റുകളും സെക്കൻഡുകളും എല്ലാം ഉണ്ടല്ലോ. ഇപ്പം 1 ഹവറിൻ്റേതുണ്ടല്ലോ, 1 ഹവറിൻ്റെ എടുക്കുകയാണെങ്കിൽ 1 ഹവറിൽ 60 സെക്കൻഡാണ് നമ്മളുടെ 1 ഹവർ ഒരു ഹവർ ആവുന്നത്. അപ്പം അതിനകത്ത് വരുന്ന 60 മിനിറ്റാണ്. ഓക്കെ, അപ്പം അതിനകത്ത് 50 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്യാം. 50 മിനിറ്റിൻ്റെ നമ്മൾ ഇപ്പോൾ ഒരു 50 മിനിറ്റിൻ്റെ ഇവിടെ നമുക്ക് നോക്കിയാൽ 50 മിനിറ്റ് എന്ന് പറഞ്ഞ് കാണാം. 50 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1 ഹവർ ക്യാൻഡിലിനകത്ത് എത്ര 50 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 50 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിലുകൾ എത്ര എണ്ണം, ഇപ്പോൾ 5 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 50 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാൻ എത്ര 5 മിനിറ്റ് ക്യാൻഡിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഫ്രാക്റ്റൽ നേച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതിപ്പോൾ ഒരു 1 ഹവറോ 1 ഡേയോ ഹയർ ടൈം ഫ്രെയിം ഏതെങ്കിലും ആയിക്കോട്ടെ. ഒരു ഹയർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1 ഹവർ, 4 ഹവർ, ഡെയിലി, വീക്ക്ലി, മന്ത്ലി ഒക്കെ ഹയർ ടൈം ഫ്രെയിമാണ്. ഓക്കെ, ഒരുപാട് സമയം എടുത്തുണ്ടാകുന്ന കാര്യമാണ്. ഓക്കെ, ഒരുപാട് സമയം എന്ന് പറഞ്ഞാൽ 1 ഹവറൊക്കെ ഡെയിലി ഉണ്ടാവുമെങ്കിലും ഇപ്പം വീക്ക്ലി, മന്ത്ലി ഒക്കെ ക്യാൻഡിലുകൾ ഫോമായി വരുമ്പം സമയമെടുക്കും. സോ ഇത് നമ്മളുടെ ഇപ്പോൾ ഒരു ഡെയിലി ആയിക്കോട്ടെ, ഡെയിലിയാണ്. അപ്പോൾ ഇതിനകത്ത് ഫോം ചെയ്യുന്ന ക്യാൻഡിലുകളാണ് ഇങ്ങനെയാണ്. അടുത്ത ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. പിന്നീട് ഈ ഒരു ടൈം ഫ്രെയിമിൽ ബെയറിഷ് സ്ട്രക്ചർ ഫോം ചെയ്യും. പിന്നീട് നമ്മളൊരു ബുള്ളിഷ് സ്ട്രക്ചർ ഫോം ചെയ്യും. ഓക്കെ, ബുള്ളിഷ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. പിന്നീട് നമ്മൾ ലോവർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നു, ബെയറിഷ് ആവുന്നു, പിന്നീടും ബുള്ളിഷ് ആവുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ വീണ്ടും ബെയറിഷ് ആവുന്നു, നമ്മൾ പിന്നീടും ബുള്ളിഷ് ആവുന്നു, മുകളിലേക്ക് പോകുന്നു. ഓക്കെ,
ഇതാണ് ഒരു ലോ ടൈം ഫ്രെയിമിലെ ഈ ഒരു ഒറ്റ ക്യാൻഡിലിൻ്റെ ഫ്രാക്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബുള്ളിഷാണ്, പക്ഷേ ഇതിനകത്തും ബെയറിഷ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഒരു ഫ്രാക്ടൽ നേച്ചർ എന്ന് പറയുന്നത്. അതിന് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ആ കളർ വേണ്ട, കാണാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഒരു കളറായി. സോറി ഗൈസ്, നമുക്ക് ഈ ഗ്രീൻ കൊടുക്കും. അപ്പം ഇതാണ് ഒരു ഫ്രാക്ടൽ നേച്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് അതിനേക്കാളും ലോ ടൈം ഫ്രെയിമിൻ്റെ ഇത് നടക്കുന്നുണ്ട്, ബുള്ളിഷും ബെയറിഷും ആയിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഫ്രാക്ടൽ നേച്ചർ ഫോം ചെയ്യുന്നത്. നമ്മൾ ഫ്രാക്ടൽ നേച്ചറിനെ കുറിച്ചൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തോ വീഡിയോ ആണെന്ന് തോന്നുന്നു. അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, അല്ലെങ്കിൽ ഇത് മതി. ഓക്കെ, ഇതാണ് ഫ്രാക്ടൽ നേച്ചർ. ഒരു ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചറിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഫോർമേഷനാണ്. ഇപ്പം ബുള്ളിഷാണ് സ്ട്രക്ചർ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ബെയറിഷ് ഫോർമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുള്ളിഷ് ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടുന്ന് വേണം ആ ഒരു സ്ട്രക്ചറിൻ്റെ ഹൈയോ ഒക്കെ എയിം ചെയ്യാൻ. അതൊക്കെ ലോ ടൈം ഫ്രെയിമിൽ നമ്മൾ പോയി നോക്കണം. ലോ ടൈം ഫ്രെയിം എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൻ്റെ കൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം പോലെ ആയിരിക്കും ലോ ടൈം ഫ്രെയിം സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിം ബുള്ളിഷ് സ്ട്രക്ചർ തരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ലോ ടൈം ഫ്രെയിമും അങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ആവുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാതിരിക്കുമോ അതൊക്കെയാണ്. അത് നമുക്ക് ഇവിടുന്ന് താഴേക്കും സെല്ലെടുക്കാം, അതിനകത്തൊന്നും ഒരു സീനില്ല. പക്ഷേ ഇങ്ങനെയാണ് ഫ്രാക്ടൽ നേച്ചർ എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരേ സാധനങ്ങൾ തന്നെ ഉള്ളിലായിട്ട് കാണും. ഇതിനകത്തും ഈ സാധനങ്ങൾ ഇതുപോലെ തന്നെ കാണും. ഫ്രാക്ടൽ നേച്ചർ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അത് അങ്ങനെയാണ് എല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മുടെ യൂണിവേഴ്സിൽ. അപ്പം നമുക്കിപ്പോൾ ഒരു ഡേ ചാർട്ടിലേക്ക് പോവാം. ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഹയർ ഹൈ ഫോം ചെയ്താണ് പോകുന്നത്. ഇതിപ്പോൾ ഒരു ഡേ ടൈം ഫ്രെയിം ചാർട്ടാണ്. അപ്പോൾ ഇതാണ് ഡെയിലിയിലെ സ്വിങ്ങുകൾ. ഓക്കെ, ഇവിടെ ഒരു സ്വിങ് ഉണ്ട്. ഓക്കെ, ഇതാണിപ്പോൾ ഒരു ഡെയിലിയിലെ സ്ട്രക്ചർ ഫോർമേഷൻ. ഇങ്ങനെയാണ് സ്ട്രക്ചർ ഫോർമേഷൻ. ഇതെന്ന് പറയുന്ന ഒരു നോട്ട്ബുക്ക് മോഡലാണ്. ഓക്കെ, ഇത് നമ്മൾ ആ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രം ഒരു നോട്ട്ബുക്ക് മോഡലിൽ ഹയർ ഹൈ പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനെയാണ് നമ്മളുടെ ചാർട്ടുകളിൽ ഫോം ആവുന്നത്. ഓക്കെ, അപ്പം ഈ ഫ്രാക്ടൽ എന്ന് പറയുന്ന നേച്ചർ നമുക്ക് ഒന്നി ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാനോ പറ്റുന്നൊരു സാധനമാണ്. ഫ്രാക്ടൽ നേച്ചറുകൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനോ പറ്റും. ഇത് ക്രിയേഷനാണ്. ഈ ക്രിയേഷനകത്ത് ഇതിനകത്ത് നമുക്ക് ഫോറക്സിനകത്ത് നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അതിന് അത്രയ്ക്ക് വോൾട്ടിലിറ്റിയും അത്രയ്ക്ക് ക്യാഷ് ഫ്ലോ ഉള്ള ഒരു മാർക്കറ്റാണ്. സോ അതിനകത്ത് നമ്മളെപ്പോലുള്ളൊരു ഇൻഡിവിജ്വൽ, നമ്മളൊക്കെ റീറ്റെയിലേഴ്സാണ്. സോ നമ്മളെപ്പോലുള്ളൊരു ഇൻഡിവിജ്വലിന് പോയി അവിടെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രഡിക്റ്റ് ചെയ്യാനാണ് ഇവിടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫോറക്സിനകത്ത് എന്നല്ല, ഏതൊരു ട്രേഡിങ്ങിലായിക്കോട്ടെ, നിങ്ങളൊരു റീറ്റെയിലർ ആണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ക്രിയേറ്റർ അല്ല, നിങ്ങൾ മാർക്കറ്റ് പ്രഡിക്റ്ററാണ്. ഫ്രാക്ടൽ നേച്ചർ എന്ന് പറയുന്ന സാധനം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് സയൻസ്. ഓക്കെ, അപ്പം നമ്മളുടെ ഹയർ ഹൈ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതാണൊരു ഡെയിലി ഹയർ ഹൈ. അപ്പോൾ ഈ ഒരു സ്വിങ്ങിനകത്ത് ഇതൊരു ഒറ്റ ലോവർ ലോ ആണ്, എന്ന് പറഞ്ഞാൽ ഹയർ ലോ ആണ്. ഓക്കെ, ഹയർ ലോ. അപ്പം ഈ ഒരു ഹയർ ഹൈ ഫോം ആവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു 1 hour പോയി നോക്കാം. ഇതാണ് നമ്മളുടെ ആ ഡെയിലിയിലെ സ്വിങ്ങുകൾ. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് 1 hour ഫോം ചെയ്തേക്കുന്ന സ്വിങ്ങുകളെന്ന് പറയുമ്പം നമുക്ക് നോക്കാം. 1 hour സ്വിങ്ങുകൾ ഫോം ചെയ്തേക്കുന്നത് ഇഷ്ടം പോലെ സ്വിങ്ങുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫ്രാക്ടലി നമുക്ക് ജസ്റ്റ് വരച്ച് പോവാം. ഓക്കെ, ഇത് മുകളിലേക്കുണ്ട്. ഓക്കെ, നമ്മളിത് താഴേക്ക് ഇറങ്ങുന്നതോറും വലിയ രീതിയിൽ കാണാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ ഒരു 1 hour ടൈം ഫ്രെയിമിനകത്തെ ഫ്രാക്ടൽ. അപ്പം ഇതൊരു ഡെയിലിയിലെ ഒറ്റ ഒരു സ്വിങ് ആയിരുന്നു. ആ സ്വിങ്ങിനകത്ത് നമ്മളുടെ ലോ ടൈം ഫ്രെയിമിൽ 1 hour കുറേ സ്വിങ്ങുകൾ ഫോം ചെയ്താണ് ആ ഒരു ഒറ്റ സ്വിങ് ഉണ്ടായേക്കുന്നത്. ഓക്കെ, നമുക്കിനി അതൊരു 5 minute ചാർട്ട് കിട്ടുമോ നോക്കാം. ഓക്കെ, ഇല്ല, ചാർട്ട് കിട്ടില്ല. സോ നമുക്ക് മുകളിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് ആ ഡെയിലിയിലെ നമ്മൾ
നമുക്ക് 1 ഹവറിൽ ഒന്നുകൂടെ പോവാം. 1 ഹവറിൽ പോയിട്ട് നമുക്ക് ആ ഒരു ഹയർ ടൈം ഫ്രെയിം വ്യൂവിൽ നമുക്ക് സ്വിങ്ങുകൾ അടയാളപ്പെടുത്തുക. ഇത് ഡെയിലിയുടെ ക്യാൻഡിലുകൾ. ഓക്കെ, ഇതാണ് ഡെയിലിയുടെ ഒറ്റ സ്വിങ് ആയിട്ട് ഫോം ചെയ്ത ക്യാൻഡിലുകൾ. നമുക്ക് അതിനകത്ത് ലോ ടൈം ഫ്രെയിമിലെ സ്വിങ്ങുകൾ 1 ഹവറിലേത് ഫോം ചെയ്തത് നോക്കാം. ഇവിടെ എല്ലാം സ്വിങ്ങുകളുണ്ട്. ഓക്കെ, ഈ സ്വിങ്ങുകളെല്ലാം 1 ഹവറിൽ ഫോം ആയതാണ്. സോ ഞാൻ ജസ്റ്റ് വരച്ചു പോകുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളുടെ സ്വിങ് ഫോർമേഷൻ. ഓക്കെ, 1 ഹവറിൽ ഇത്രയും സ്ട്രക്ചറുകളാണ് ഫോം ചെയ്തേക്കുന്നത്. നമുക്ക് അതിൻ്റെ കളർ മാറ്റാം. ഓക്കെ, കളർ മാറ്റി നമുക്കൊരു റെഡ് കൊടുക്കാം. അപ്പം ഇതാണ് 1 ഹവറിലെ ഫോർമേഷൻ. അപ്പം നമുക്ക് ഇനി ഒരു 5 മിനിറ്റ് ഫോർമേഷൻ നോക്കാം. 5 മിനിറ്റ് എന്ന് പറയുമ്പം ഇതിനകത്തും വീണ്ടും സ്വിങ്ങുകളുണ്ട് 5 മിനിറ്റ് ഫോർമേഷനകത്ത്. അപ്പോൾ നമുക്ക് വീണ്ടും ഡീപ്പായിട്ട് ഇറങ്ങാൻ പറ്റും. ഓക്കെ, 5 മിനിറ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പം ഇവിടെ എല്ലാം സ്വിങ്ങുകൾ ഫോർമേഷനാണ്. ഇത്ര മതി. ഓക്കെ, അപ്പം നമുക്കിതിന് വേറൊരു കളർ കൊടുക്കാം, ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, ഗ്രീൻ എന്ന് പറയുന്നത് ഒരു ഡെയിലി, 1 ഹവർ എന്ന് പറയുന്നത് ഈ ഒരു 1 ഹവറിൽ സ്വിങ്ങിൽ ഫോം ചെയ്തേക്കുന്ന 5 മിനിറ്റ് സ്വിങ്ങുകളാണ്. ഇത് ബ്ലാക്ക് കൊടുത്തേക്കുന്നത്. ഗ്രീനിനകത്ത് ഗ്രീൻ എന്ന് പറയുന്നത് ഡെയിലിയിലെ ഒരൊറ്റ സ്വിങ്ങാണിത്. അതുപോലെ തന്നെ റെഡ് എന്ന് പറയുന്നത് നമ്മുടെ 1 ഹവറിലെ സ്വിങ്ങുകളാണ്. ഓക്കെ, ആ 1 ഹവർ സ്വിങ്ങിനകത്ത് 5 മിനിറ്റ് സ്വിങ്ങുകളാണ് നമ്മൾ ഈ കാണുന്നത്. സോ മാർക്കറ്റ് ഫ്രാക്റ്റലി നോക്കുക എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ബെയറിഷ് സ്ട്രക്ചർ ഫോം ചെയ്യണം, ഡെയിലിയിലെ ഒരു ലെഗ് ഫോം ചെയ്യണം, ഒരു ഹയർ ലോ ഫോം ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ലോ ടൈം ഫ്രെയിമിലെല്ലാം അതിൻ്റെ ആ ഒരു റിയാക്ഷൻസ് കാണണം. ഓക്കെ, 1 ഹവർ ബെയറിഷ് ആകണം, 50 മിനിറ്റ് ബെയറിഷ് ആകണം. അപ്പോൾ നമുക്ക് കൺഫർമേഷനാണ് താഴേക്ക് പോകുകയാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളൊരു ഫ്രാക്റ്റൽ നേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പം നമുക്ക് പറയാനാണെങ്കിൽ ഞാനിപ്പോൾ സ്വിങ് എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ സ്വിങ് ഒരു പ്രോബ്ലം ആവാൻ പാടില്ല. അപ്പം സ്വിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ. ഒരു സ്വിങ് എന്ന് പറയുന്നത് നമ്മളുടെ എപ്പോഴും ഒരു സ്വിങ് ഒരു ക്യാൻഡിലിൻ്റെ മുകളിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വിങ് സ്ട്രക്ചറാണ്. ഓക്കെ, അടുത്ത് ഫോം ചെയ്യുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് എപ്പോഴും മുകളിലായിരിക്കണം. ഈ ഒരു ക്യാൻഡിലിൻ്റെ 3 ക്യാൻഡിൽ ഫോർമേഷനാണ് ഒരു സ്വിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാ ടൈം ഫ്രെയിമിലും ഉണ്ട്. ഫ്രാക്റ്റലാണ് സാധനം. സോ നമ്മൾ ഇതെല്ലാ ടൈം ഫ്രെയിമിലും കാണാൻ ശ്രമിക്കണം. നമ്മളുടെ ഇതാണ് വിക്ക്. ഓക്കെ, വിക്കിന് നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. ഓക്കെ, എപ്പോഴും നമ്മളുടെ സ്വിങ് എന്ന് പറയുന്ന സാധനം 3 ക്യാൻഡിൽ ഫോർമേഷൻ ആയിരിക്കണം. സെൻറ്ററിലെ ക്യാൻഡിൽ എപ്പോഴൊരു സെൻറ്ററിലെ ക്യാൻഡിൽ വലുതും അപ്പുറമുള്ള ക്യാൻഡിലുകൾ ചെറുതുമാണെങ്കിൽ അവിടെ ഒരു സ്വിങ് ഫോം ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഒരു സ്വിങ് ഫോർമേഷനാണിത്. ഇതെല്ലാ ടൈം ഫ്രെയിമിലും ഉണ്ട്. ഏതൊരു ടൈം ഫ്രെയിമിൽ പോയാലും ഒരു സ്വിങ് ഫോർമേഷൻ കാണാം. കണ്ടില്ലേ, ഇതൊരു ക്യാൻഡിൽ ഫോർമേഷനാണ്, അപ്പുറമുള്ള ക്യാൻഡിലുകൾ ചെറുത്. ഇതൊരു സ്വിങ് ഫോർമേഷനാണ്, അപ്പുറമുള്ള ക്യാൻഡിലുകൾ ചെറുത്. ഇപ്പോൾ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിൽ ഡെയിലി പോകാമെന്ന് വെച്ചു. ഡെയിലി പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്വിങ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു അപ്പുറമുള്ള ക്യാൻഡിലുകൾ ചെറുത്. അതുപോലെ തന്നെ ഒരു സ്വിങ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അപ്പുറമുള്ള ക്യാൻഡിലുകൾ ചെറുത്, അപ്പുറമുള്ള ക്യാൻഡിലുകൾ ചെറുത്. ഇതെല്ലാം ഒരു സ്വിങ്ങാണ്. ഓക്കെ, ഒരു സ്വിങ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റ് താഴേക്കോ മേളേക്കോ പോകും ഹയർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, ലോവർ ടൈം ഫ്രെയിമിൽ നമുക്കത് പറയാൻ പറ്റില്ല. ലോവർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. സോ നമ്മൾ അതിലോട്ടൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. നമ്മളിപ്പം പറയാൻ ഉദ്ദേശിച്ചത് ഈ ഫ്രാക്റ്റൽ നേച്ചർ എന്താണെന്നുള്ളതാണ്. ഇങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. അതൊരു
ഒന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആ ഒരു സ്ട്രക്ചർ ഫോർമേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നത് ഹയർ ടൈം ഫ്രെയിമിലാണ്. സോ ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ കറക്റ്റ് മാർക്കറ്റ് അങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇതിപ്പോൾ ഏതൊരു ലെവലിൽ എടുത്ത് വെച്ച് നോക്കിയാലും നമ്മൾക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു വീക്ക്ലി ചാർട്ടാണ്. ഹയർ ഹൈ ഫോം ചെയ്ത് മുകളിലേക്ക് പോയി. ഇതൊക്കെ എത്രയാണ്, 2005 ടൈം ഫ്രെയിമാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെ എപ്പോൾ നോക്കണം എന്നുള്ള കാര്യങ്ങൾ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതാണ് സ്ട്രക്ചർ. സോ ഇനിയാണ് നമ്മളുടെ സ്ട്രക്ചറിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതെന്നുള്ളത്. അപ്പം ഇന്ന് ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഫ്രാക്ടൽ നേച്ചർ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. സോ നമ്മൾ ഇന്നാണ് സ്ട്രക്ചറിൻ്റെ ആ ഒരു എൻ്ററിങ്ങിലേക്ക് തുടങ്ങിയത്. സ്ട്രക്ചറിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തത്. സോ ഇതിനകത്ത് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ പ്രൈസ് ഹയർ ടൈം ഫ്രെയിമിന് മെയിനായിട്ട് ഹയർ ടൈം ഫ്രെയിം നോക്കിയേ പ്രൈസ് പോവുള്ളൂ. ഓക്കെ, അത് നമ്മൾ ഒന്ന് പഠിച്ചു. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പഠിച്ചതാണ് ഒരു ഹൈ എപ്പോഴും, ഇപ്പോൾ ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഹയർ ഹൈ ഫോം ചെയ്തേ പോവുള്ളൂ. ഓക്കെ, അത് അടുത്ത ഒരു മെയിൻ സാധനമാണ് ഇന്ന് നമ്മൾ പഠിച്ചതിൽ. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ച ഒരു റിവേഴ്സൽ ഉണ്ടാവണമെങ്കിൽ, ഇപ്പോൾ റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു റിവേഴ്സലാണ്, നമ്മൾ താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് പോയി. അപ്പോൾ ആ ഒരു റിവേഴ്സൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ലോ ടൈം ഫ്രെയിമുകളെല്ലാം അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ലോ ടൈം ഫ്രെയിമുകളെല്ലാം അവിടെയും ഇതുപോലെ ഹയർ ഹൈ ഫോം ചെയ്ത് തുടങ്ങണം. ലോ ടൈം ഫ്രെയിമിൽ ഡീപ്ലി സെക്കൻഡ് ചാർട്ടുകൾ വരെ ഉണ്ട്. അപ്പോൾ അവിടെ വരെ നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം ഫോം ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ ഒരു റാലിയിലേക്ക് കടക്കാൻ പോവുകയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതാണ് ഇന്ന് നമ്മൾ പഠിച്ചത്, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം നോട്ടുകൾ എഴുതുക. നോട്ടുകളെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം ഇന്ന് മുതൽ അങ്ങോട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയേ ഉള്ളായിരുന്നു. നമ്മൾ ഇനി അടുത്ത വീഡിയോസിൽ അടുത്ത സ്ട്രക്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. പെയ്യെ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടേ പോകുള്ളൂ. ഓക്കെ, see you guys in next video. Sipping on back for the next say something. Never tell her back that I never stay running. Sipping on facts, damn, know I got stacks in the lab taking pictures.